ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫസീന സക്കീറും അതിൽ ആസ്മിന അസി എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കണം. ഈ ക്ലിപ്പിംഗ് ഫുള്ള് കേട്ടതിന് ശേഷമാണ് നമുക്ക് ഈ കഥയിലേക്ക് കടക്കുന്നത്. ഇതൊരു കഥ രൂപത്തിൽ വേണം നിങ്ങൾ കേട്ടിരിക്കാൻ കേട്ടോ. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്നും ആസ്മിന അസി എന്തിനാണ് കേസ് കൊടുത്തതെന്നും അതൊക്കെ നിങ്ങൾക്ക് ഈ ക്ലിപ്പിംഗ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഒന്ന് കേട്ടിട്ട് വന്നാലോ. ആയോ. ഞങ്ങളുടെ ബോയ് ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നത്. ഞാൻ ഫസ്മിന വേറെ കുറച്ച് പെമ്പിള്ളേരൊക്കെ ആയിട്ടപ്പോൾ ഫസ്മിന ഇതേ കണക്ക് ഇവനെ 2 ദിവസം കണ്ട് 2 ദിവസം പരിചയപ്പെട്ട് അന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി. എനിക്ക് ഇവനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വീട് മാറുന്നൊരു ഇതായി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവള് പറഞ്ഞ് എല്ലാവരും വീട് മാറിക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് നമുക്ക് ഇവളിങ്ങനെ കുറേ ടോക്ക് എടുത്തിട്ട് ഇവിടുന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും, ഇവിടെ പൈസ ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറി അതിൻ്റെ ഇതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കുറേ. ശരിയടി, നീ ഞങ്ങൾക്ക് മേടിച്ചിരുന്ന എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചു തരാറുമ്പോൾ ഇവള് എൻ്റെ ഫാമിലി ചീത്ത വിളിച്ചു. അപ്പോൾ ഈ ഷിബിലി എന്ന് പറഞ്ഞ ചെറുക്ക് അവരൊന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവർ റൂമിനകത്തേക്ക് വന്നിട്ട് റൂം ലോക്ക് ചെയ്ത്. അപ്പോൾ ആ റൂമിനകത്ത് ഞാനിവന് മാത്രം, ബാക്കി എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു. ഇവൻ തുറന്നു കൊടുത്തില്ല. എന്നിട്ട് ഇവൻ എൻ്റെ ബാഗ് എടുത്തിട്ട് മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശുപത്രി സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ച്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി. മൊത്തത്തിൽ പറഞ്ഞ് എന്നെ റേപ്പ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ ഇട്ടത്. നമ്മളിന്ന് പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പുതിയതും നിങ്ങൾക്ക് പഴയതുമായ വിഷയമാണ് കേട്ടോ. ഇത് നമ്മുടെ ഫസ്മിനയും ആസ്മിനയും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഇവരാരാണെന്ന് പോലും അറിയാത്തവരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്മിന സക്കീർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ. അതിനെക്കാട്ടി എളുപ്പമാണ് നമ്മുടെ തൊപ്പിയുടെ എക്സ് കാമുകി എന്ന് പറയുന്നത്. അതിവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും ചിലർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുവാണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ടാണ്. ഫസ്മിനയും അസ്മിനയും ബാല്യകാല സുഹൃത്തുക്കളാണോ? അല്ല. പിന്നെ ഇവരെങ്ങനെ കൂട്ടുകാരായി? ഇവർ കൊച്ചിയിൽ താമസിക്കുമായിരുന്നു. നമ്മുടെ ഫസ്മിന ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കുമായിരുന്നു. പാവം, ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എല്ലാവർക്കും പാടാണ്. അങ്ങനെ നമ്മുടെ ഫസ്മിന എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. എന്നോടൊപ്പം എൻ്റെ റൂം ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കപ്പെടുന്നു എന്ന്. അങ്ങനെ ആ ഒരു പരസ്യം നമ്മുടെ അസ്മിന കണ്ടു. അങ്ങനെ നമ്മുടെ അസ്മിന കോണ്ടാക്ട് ചെയ്തു നമ്മുടെ ഫസ്മിനെ. അങ്ങനെ നമ്മുടെ അസ്മിനയുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഫസ്മിനയെ കാണാൻ വന്നു. അപ്പോൾ നമ്മുടെ ഫസ്മിനെ കാണാനായിട്ട് അസ്മിനയും ഫ്രണ്ടും വന്നു. അങ്ങനെ അസ്മിനയും ഫ്രണ്ടും ഫസ്മിനയോടൊപ്പം റൂം ഷെയർ ചെയ്ത് താമസിച്ചു. അപ്പം റൂം ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ, റൂം ഷെയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ ഗസ്റ്റായിട്ട് നമ്മുടെ റൂമിൽ വന്നത്. ഇപ്പം നമ്മൾ 4 പേര്, നമ്മൾ മാക്സിമം അറിയുന്നവരെയാണ് നമ്മുടെ കൂടെ കൂട്ടാറല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലടുത്തുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ പഠിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടുപ്പം വേണം. പക്ഷേ നമ്മുടെ ഫസ്മിനയും ഈ അസ്മിനയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. ഫസ്മിനയുടെ എന്താണെന്നോ, ഫസ്മിനയുടെ തൊഴിൽ എന്താണെന്നോ, അസ്മിനയുടെ ജോലി എന്താണെന്നോ ഒന്നും അറിയത്തില്ല ആർക്കും, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇവരൊരുമിച്ച് റൂം ഷെയർ ചെയ്തു. വരുന്നതാ അതിൻ്റെ അടുത്തേക്ക് പുതിയൊരാൾ കൂടെ, നമ്മുടെ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ട് ലല്ലു. ഒന്നും പറയണ്ട. നമ്മുടെ ഫസ്മിന ഇതിൽ പറയുന്നുണ്ട്, ഫസ്മിന താമസിക്കുന്ന റൂമിൽ ആൺകുട്ടികൾക്ക് അലൗഡ് അല്ല എന്ന്. അതൊരു മുസ്ലിം ഫാമിലിയാണ്, അവിടെ ആൺകുട്ടികൾ വരാൻ പാടില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്. പക്ഷേ ഇവരോടൊപ്പം ഒരു ആൺകുട്ടി താമസത്തിനുണ്ടായിരുന്നു. അതാരാ? അതാണ് നമ്മുടെ ഫസ്മിനയുടെ ഇപ്പോഴത്തെ കാമുകൻ. ഓക്കെ, ഈ ഫസ്മിനയുടെ ഇപ്പോഴത്തെ കാമുകൻ നമ്മുടെ അസ്മിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അറിയില്ല കേട്ടോ സത്യമാണോ എന്ന്. എന്തൊക്കെ കേൾക്കണം ഭഗവാനെ. എന്തിനാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാവോ? ഈ അസ്മിന ഇവർക്ക് ആവശ്യമായിട്ടുള്ള റെൻ്റ് ഒന്നും കൊടുക്കില്ല പോലും. റൂം റെൻ്റ് കൊടുക്കണ്ടേ നമുക്ക്? നമ്മൾ റൂം താമസിക്കുന്നെങ്കിൽ റൂം റെൻ്റ് കൊടുക്കണം. റൂം റെൻ്റ് മാത്രം മതിയോ? പോരാ, കറണ്ട് ബില്ല് കൊടുക്കണം, ഫുഡിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധനങ്ങളൊക്കെ വാങ്ങിക്കണം.
ഇല്ലേ, ഇതൊന്നും നമ്മുടെ അസ്മിനെ കൊടുക്കില്ലായിരുന്നു. ഇതിൻ്റെ പേരിലാണ് അവിടെ ഇഷ്യൂ തുടങ്ങിയത്. അതുപോലെ നമ്മൾ റൂമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഡൊണേഷൻ പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ, സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി നമ്മുടെ അസ്മിന ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ആരാണ് കൊടുത്തതെന്ന് അറിയാമോ? നമ്മുടെ ഹണിയാണ് കൊടുത്തത്. അതായത് അസ്മിനയുടെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നത്, ആ കുട്ടിയാണ് കൊടുത്തത്. ഓക്കെ. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്മിനയുടെ ലവർ അസ്മിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അസ്മിനെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ദൃക്സാക്ഷിയുടെ പേരിൽ നമ്മുടെ ഹണിയുടെ പേരാണ് കൊടുത്തത്. പക്ഷേ ഹണി കൂറുമാറി. ഇപ്പോഴത്തെ ഈ വീഡിയോയ്ക്കകത്തെല്ലാം ഹണിയും ഫസ്മിനെയും കൂടാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഹണി പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഈ അസ്മിന എന്ന് പറയുന്ന കുട്ടി ഡ്രഗ് യൂസറാണ്, അത് ഡ്രഗ് യൂസ് ചെയ്തിട്ട് വന്ന സംഭവമാണ്, അല്ലാതെ എന്തൊന്നും അല്ല, അവൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്തൊരു കാലഘട്ടം ഇല്ലേ? മുട്ടായി തന്നില്ല എന്ന് പറഞ്ഞാൽ മുട്ടായി കഴിച്ചു, അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചു, അല്ലെങ്കിൽ സിപ്പപ്പ് കട്ട് കുടിച്ചു എന്നൊക്കെ പറയുന്നതിനൊക്കെ ഇവർ MDM ഉപയോഗിച്ചതിനെ കുറിച്ചും പിന്നെ ഒരു ഇതിൻ്റെ പേര് പറയുന്നുണ്ട്, ഞാനത് വിട്ടുപോയി, അതൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അസ്മിന പറയുന്നത് അസ്മിന ഡ്രഗ് യൂസർ ആണെന്നും അവളുടെ ശരീരത്തിൽ ഡ്രഗ് ഇല്ലെന്ന് തെളിയിക്കാമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുമാണ് ഫാസ്മിന പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ ആസ്മിന അപ്പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെ ഡ്രഗ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചത് ഫാസ്മിന ആണെന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? ഡ്രൈവിങ് പഠിപ്പിച്ചു, ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു, പാട്ട് പാടാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെയല്ലേ ഡ്രഗ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ച കാര്യം പറയുന്നത്? എങ്ങോട്ടാണ് ഈ കാലഘട്ടം? ഓ ഭഗവാനെ, ഒന്നും പറയണ്ട. ഇപ്പം ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫാസ്മിന പറയുന്നത്, ആസ്മിന ഇവിടെ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, ആസ്മിനയുടെ മദർ ആസ്മിനെ തെറ്റായ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, ഡൽഹിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് വോയിസ് കിടപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിക്കാം. പക്ഷേ ഇപ്പോൾ ആസ്മിനെ കേസ് കൊടുത്ത സമയത്ത് ഫാസ്മിനെ കോണ്ടാക്ട് ചെയ്തത് ആസ്മിനയുടെ ഉമ്മയാണ്. അയ്യോ, കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് നമ്മുടെ ഫാസ്മിന. നിങ്ങളൊന്ന് കേട്ട് നോക്കിയത്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധത ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്ന? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്ന? നിന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം നാട്ടുകാർ മൊത്തവും പറഞ്ഞു. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ ഇതിലാ അമ്മയുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആസ്മിന എന്ന് പറയുന്നത് അമ്മ ആസ്മിനായെ ഇങ്ങനെയൊക്കെ വിട്ടതാണെന്നും? ആസ്മിനയുടെ അമ്മ പറയുന്നുണ്ടോ, നിന്നെ അങ്ങ് അഴിച്ചു വിട്ടേക്കുന്ന പോലെ എൻ്റെ മോളെ ഞാൻ അഴിച്ചു വിട്ടെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? ഇത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നൊരു കുഞ്ഞാണ് ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തത്. ഭഗവാനെ. വേറൊരു കാര്യം ചോദിക്കട്ടെ, പുരുഷന്മാർ അലൗഡല്ലാത്ത സ്ഥലത്ത് ഒരു റൂമിൽ പുരുഷന്മാരെ കൊണ്ടുവന്നു. ഓക്കെ, നല്ല കുട്ടിയായ ആസ്മിനയ്ക്ക് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകാമായിരുന്നല്ലോ, ചെയ്തുകൂടായിരുന്നോ? ചെയ്യാം. പക്ഷേ ആസ്മിന അത് ചെയ്തില്ല. അപ്പോൾ എന്തോ ഒരു കള്ളത്തരം ഇല്ലേ അവിടെ? അപ്പോൾ ആസ്മിന റെൻറ്റ് കൊടുത്തില്ല എന്നൊക്കെ പറയാൻ സത്യമല്ലേ? റെൻറ്റ് കൊടുത്താൽ താമസിക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ട് വേറൊരു കാര്യം, നമ്മുടെ ഫസീന പറഞ്ഞു, എനിക്കിവരെ പേരുകൾ തിരിഞ്ഞു പോകുന്നുണ്ടോ, ഫസീന സക്കീർ പറയുന്നുണ്ട് ഇവിടെ പുരുഷന്മാർ അലോഡേ അല്ലെന്ന്. പിന്നെ എങ്ങനെ ഫാസിനയുടെ ലവറായ ലല്ലു അവിടെ വന്നു നമ്മുടെ ആസ്മിനെ ഉപദ്രവിച്ചു? എങ്ങനെയായിരിക്കും അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഫാസിനയുടെ വോയിസിൽ എപ്പോഴും പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ 5 ആഴ്ച പ്രഗ്നൻ്റ് ആണ്, നീ കേസൊന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞ് കാലേ പിടിക്കുന്നുണ്ട് നമ്മുടെ ആസ്മിനയുടെ. അതെന്തിനായിരിക്കും? അപ്പോൾ അതിനകത്ത് എന്താണ് ശരി, എന്താണ് തെറ്റ്? എനിക്കറിയില്ല, നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഒരു കാര്യം മാത്രം അറിയാം, നമ്മൾ പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾ സിപ്പപ്പ് മേടിച്ച് കുടിക്കും സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ. അതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അത്രയും സുലഭമായി, ഒരു പേടിയില്ല. ഒരു കാര്യം ഓർക്കണ്ടേ, ഇവർ രണ്ടുപേരും വന്നിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ജയത്തിന് വേണ്ടി എന്തെല്ലാമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത് നാളെ ഇവരുടെ ലൈഫ്
ബാധിക്കുമെന്ന് ഓർക്കണമല്ലോ. വിജയത്തിന് വേണ്ടി അടിച്ചതിന് ആസ്മിനായ ലല്ലു അടിച്ചു ഇടിച്ചു എന്ന് പറയുന്നു, അതിനെ അവർ റേപ്പ് കേസായി ആക്കി. ഇതൊക്കെ എന്തൊരു മോശം കാര്യങ്ങളാണ്. പിന്നെ ഈ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ഈ ലല്ലു എന്ന് പറഞ്ഞവൻ ആരാണ് അധികാരം കൊടുത്തത്? അവനാരാ? അതും ഒരു ചോദ്യം. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ്, എനിക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ്, നീ കേസ് പിൻവലിക്കണമേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് നമ്മുടെ വാസന. എന്തിനാണിതൊക്കെ? എന്തെല്ലാം നാടകീയമായ രംഗങ്ങളാണല്ലേ അരങ്ങേറുന്നത്. ഇതിനകത്ത് ആരാണ് ശരി, ആരാണ് തെറ്റ്? ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യരും രണ്ടുപേരെയും നല്ലതായിട്ട് പറയുന്നില്ല. രണ്ടുപേർക്കും അതിൻ്റെതായ പോരായ്മകൾ വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അറിയേണ്ടത് ആരാണ്, ഇതിലാരാണ് ശരി? ആരെങ്കിലും ശരി ഉണ്ടോ? എൻ്റെ കണക്കിൽ രണ്ടുപേരും തെറ്റുകാരാണ് കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. ഇവർ രണ്ടുപേരും ഞങ്ങൾ നല്ലവരാണെന്ന് തെളിയിക്കാനായിട്ട് മാക്സിമം ക്ലിപ്പിങ്സ് ഇറക്കുന്നുണ്ട്. തെറി, നല്ലപോലെ തെറിയൊക്കെ പറയുന്നുണ്ട്. എന്താ അഭിമാനിക്കാവുന്ന രീതിയിലാണ് അവർ പറയുന്നത്. എന്തെങ്കിലും വെറുതെ സോഷ്യൽ മീഡിയയിൽ ആളാവുക, റീച്ച് ആവുക എന്ന് മാത്രമേ ഇവർക്കൊക്കെ ലക്ഷ്യമുള്ളൂ അല്ലേ? നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നതേ ഇല്ല. ഇവരുടെയൊക്കെ പേരൻസിനോടാണ് ചോദ്യം, നിങ്ങളുടെയൊക്കെ മക്കളെ നിങ്ങൾ വളർത്തുന്ന രീതി ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. പെൺകുട്ടികൾ കൂറുമാറിയ ഹണിക്കെതിരെ അപായോ വാണിങ്ങോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആസ്മിന പറഞ്ഞു എന്നും, ആസ്മിനയുടെ വോയിസിലും ആസ്മിന ഇതൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ട് ആസ്മിനയ്ക്ക് ആപത്താണെന്ന് ആസ്മിനയുടെ വോയിസിൽ പറയുന്നുണ്ട്. ആസ്മിന ഫാസിനായെ വിളിച്ച് തെറി പറയുന്നുണ്ടെന്ന് ഫാസിന ലൈവിൽ പറയുന്നു. ഇതിനകത്തൊക്കെ എന്താണ്? ഒരുപാട് വോയിസും ക്ലിപ്പിങ്സും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് യൂട്യൂബേഴ്സിന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഒരു ഇൻസിഡൻറ്റും ആയിട്ടുണ്ട്. ഇതൊക്കെ ബാധിക്കുന്നത് നിങ്ങളുടെ ഭാവിയാണെന്ന് നിങ്ങൾ ഓർക്കണം. രണ്ട് പെൺകുട്ടികളല്ലേ നിങ്ങൾ എന്തിനാണ് സ്വന്തമായിട്ട് ഇങ്ങനെ കരിവാരി തേക്കുന്നത്? ഇതിനകത്ത് ആരാണ് ശരി, ആരാണ് തെറ്റാണെന്ന് ഉറപ്പായിട്ടും കാണുന്നവർ കമൻറ്റ് ചെയ്യണം. നമുക്കിതിനെക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.